തരൂരിൻ്റെ വിഷയമൊന്നും ഇപ്പം അത്ര ഗൗരവമുള്ളതല്ല. അതിനെക്കുറിച്ച് പാർട്ടി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതൊരു ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകളെ സനാഥരാക്കാൻ ഇപ്പോൾ ആരും ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവിനെ 51 വെട്ടുവെട്ടി കൊന്നവർ ഞങ്ങളുടെ പാർട്ടിക്കാരെ രക്ഷിക്കാൻ വരണ്ട. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. സ്വന്തം പാർട്ടിക്കാരുടെ കാര്യം നോക്കിയാൽ മതി. അയൽവക്കത്തെ പ്രശ്നങ്ങൾ നോക്കിയിട്ട് അവിടെ പരിഹരിക്കാൻ നടക്കേണ്ട. ആദ്യം സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുക. അത്രേ തോമസ് ഐസക്കിനോടും ഗോവിന്ദൻ മാഷോടും പറയണം. അതാ പറഞ്ഞത്, അതാണല്ലോ അവരുടെ ബന്ധം. കേന്ദ്രം ഭരിക്കുന്ന മോഡി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന് പറഞ്ഞ ഏക BJP ഇതര മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതായത് നരേന്ദ്രമോദി ഫാസിസ്റ്റ് അല്ല എന്ന് പറയുന്ന ആരാ? പിണറായി വിജയൻ. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം മനസ്സിലായല്ലോ. അതാണ് ഇവർ തമ്മിലുള്ള ബന്ധം ഞങ്ങൾ പറയുന്നത്. ഈ ബന്ധം ഇവിടം കൊണ്ട് അവസാനിക്കില്ല. ഞങ്ങൾക്ക് അടുത്ത ഇലക്ഷനിൽ ഈ ബന്ധം ഉണ്ടാവും. അതിനെ ഞങ്ങൾ പൊളിക്കും, സംശയമൊന്നുമില്ല. ഒരു സാധ്യതയില്ല. കാരണം മൂന്നാം പിണറായി സർക്കാർ എന്നത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. നിലം തൊടില്ല ഇടതുപക്ഷം. ഈ തരൂർ ഇങ്ങനെ പറയുന്നത്, പ്രത്യേകിച്ച് താങ്കൾ നേരത്തെ പറഞ്ഞു, ഈ സാധാരണ പാർട്ടിക്കാരുണ്ട്, അവർക്കൊക്കെ വലിയൊരു വിഷമമുണ്ടാക്കുന്നതല്ലേ? അല്ല, ഏതായാലും പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞ് ഒരു കൂടുതൽ ചർച്ചയിലേക്ക് പോകാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. അവഗണിക്കുന്നില്ല. അദ്ദേഹത്തിന് എല്ലാ പരിഗണനയും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.